ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് സ്റ്റഡി സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, ഒരു PYQ ഡിസ്കഷൻ സെക്ഷനിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പൊ കഴിഞ്ഞ PYQ ഡിസ്കഷനിലെ നാടോടി വിജ്ഞാനീയം, ഭാഷാശാസ്ത്രം, മലയാള വിമർശനം എന്നീ ഏരിയകളാണ് നമ്മൾ പഠിച്ചത് എങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലെ ഭാഷാശാസ്ത്രം പഠിച്ച് അവസാനിപ്പിച്ചാൽ ഇന്നത്തെ ക്ലാസ്സിൽ എന്താവും നമ്മൾ തുടങ്ങുന്നത്? വ്യാകരണമായിരിക്കും അല്ലെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? വ്യാകരണാണ്. വ്യാകരണത്തിന്റെ ഒപ്പം തന്നെ നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതന്നെ. അതായത് ഏറ്റവും ടഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇന്നത്തെ 3 ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതിലൊന്ന് വ്യാകരണാണ്, ഒന്ന് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളാണ്, ദെൻ നെക്സ്റ്റ് വൺ ഏതായിരിക്കും? പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളാണ്. റെഡി അല്ലേ എല്ലാവരും? നമുക്ക് പലരുടെയും വീക്കസ്റ്റ് ഏരിയ അല്ലെങ്കിൽ അധികം സ്കോർ ചെയ്യാത്ത ഏരിയകളായിട്ടുള്ള 3 ഏരിയാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. വ്യാകരണം, പൗരസ്ത്യം, പാശ്ചാത്യം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ കൃത്യമായിട്ട് ക്വസ്റ്റ്യന് ആൻസർ എന്താണെന്ന് നോക്കുക. ഒപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുക. ഫൈനൽ ആയിട്ട് എത്ര സ്കോർ കിട്ടി എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമ്മുടെ PYQ ഡിസ്കഷൻ സീരീസിന്റെ 2ാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. വ്യാകരണത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ വ്യാകരണം എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ കേരളപാണിനിയാണ് അല്ലെ. കേരളപാണ്ഡ്യത്തിലെ ദ്വിത്വസന്ധി വിചാരത്തിൽ ഉൾപ്പെടുന്ന കാരിക ഇവയിൽ ഏതാണ്? നല്ല ചോദ്യല്ലേ. കേരളപാണ്ഡ്യ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ദ്വിത്വസന്ധി വിചാരം. അതിലെ ദ്വിത്വസന്ധിയിലെ ഉൾപ്പെടുന്നത് ഏതാണ്? ദ്വിത്വസന്ധിയിലെ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെട്ടതല്ല എനിക്ക് വേണ്ടത്, ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ദ്വിത്വസന്ധി. കേരളപാണ്ഡ്യത്തിലെ സന്ധി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അതിലെ ദ്വിത്വസന്ധി വിചാരത്തിൽ ഇല്ലാത്തത്. അലുപ്താക്യ സമാസത്തിൽ ധാതു പൂർവത്തിലും വരാ എന്ന് പറഞ്ഞാൽ വരില്ല എന്നുള്ളതാണ് അവിടെ വരുന്നത്. ദ്വിത്വസന്ധിയിൽ ഇരട്ടിപ്പ് വരുന്ന സന്ധിയാണ് ദ്വിത്വസന്ധി എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അലുപ്താക്യ സമാസത്തിൽ ധാതു പൂർവത്തിലും വരാം. ടാവും റാവും ഇരട്ടിപ്പു, നാമാന്ത്യത്തിൽ യഥോചിതം, പദാന്തേ വ്യഞ്ജനം വന്നാൽ സമൃദ്ധം ചേർത്ത് ചൊല്ലുക, കൂട്ടക്ഷരം ഇരട്ടിക്ക പദമധ്യത്തിലാവുകിൽ. ഇതിലേതാണ് കേരളപാണ്ഡ്യത്തിലെ ദ്വിത്വസന്ധിയിൽ വരാത്തത് എന്നുള്ളതാണ് ചോദ്യം. ദ്വിത്വസന്ധി പറഞ്ഞേ. പറയൂ, ഏതാണ്? ദ്വിത്വസന്ധിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയണം. സിയാന ടീച്ചർ ഓപ്ഷൻ ബി പറയുന്നുണ്ട്, റാവും ടാവും ഇരട്ടിപ്പ. അത് ദ്വിത്വസന്ധിയിലേതല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതിലാണ്? കൂട്ടക്ഷരം ഇരട്ടിക്ക എന്നുള്ളത്. പിന്നെ പദാന്തേ വ്യഞ്ജനം വന്നാൽ സമൃദ്ധം ചേർത്ത് ചൊല്ലുക. ഇതിലേതാണ്? ഉറപ്പാണോ? നോക്കൂ, ടാവും റാവും ഇരട്ടിപ്പു, നാമാന്തത്തിൽ യഥോചിതം. അപ്പൊ ഇത് ഏത് സന്ധിയുമായി ബന്ധപ്പെട്ടതാണ്? അത് പറയാലോ. ഏത് സന്ധിയുമായി ബന്ധപ്പെട്ടതാണ്? അങ്ങനെയും ചോദ്യം വരാം. നോക്കൂ, ഇതൊരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദ്യപേപ്പറിലെ ചോദ്യം ഒന്നല്ല, ഇത് ഞാനിട്ട ചോദ്യമാണ്. ഇങ്ങനെയും നമുക്ക് എന്ത് വരാം? ചോദ്യം വരാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം പലരും പറഞ്ഞിട്ടില്ല മക്കളെ. സന്ധി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. യെസ്, സന്ധിയിലെ കേരളപാണ്ഡ്യത്തിലെ സന്ധികാരികകൾ നമുക്ക് ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ കേരളപാണ്ഡ്യവും ലീലാതിലകവും തമ്മിലുള്ള താരതമ്യം എന്ന രീതിയിൽ നമുക്ക് പലപ്പോഴും ചോദ്യം വരാറുണ്ട്. യെസ്, അപ്പോ എത്ര സന്ധികൾ നമുക്ക് പഠിക്കാനുണ്ട്? എത്ര സന്ധികൾ നമുക്ക് പഠിക്കാനുണ്ട്? 4 സന്ധികളാണ്. ഏതൊക്കെ സന്ധികളാണ് പഠിക്കാനുള്ളത്? ഏതൊക്കെ സന്ധികളാണ് പഠിക്കാനുള്ളത്?
ആഗമസന്ധി ഉണ്ട്, ദ്വിത്വസന്ധി ഉണ്ട്, ലോപസന്ധി ഉണ്ട്, ആദേശസന്ധി ഉണ്ട്. പറയടാ, ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോന്നൊന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്യട്ടെ. റാവും താവും ഇരട്ടിപ്പൂ നാമാന്തത്തിൽ യഥോചിതം, അത് ദ്വിത്വസന്ധിയിൽ വരുന്നത് തന്നെയല്ലേ? ആണല്ലോ. വിഭക്തി പ്രകരണം എന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതായത് നാട് പ്ലസ് അകം നാട്ടകം, ആറ് പ്ലസ് വഞ്ചി ആറ്റുവഞ്ചി എന്നിവയാണ്. അലുപ്താക്കി സമാസത്തിൽ ധാതു പൂർവ്വത്തിലും വരാം. അലുപ്താക്കി സമാസത്തിലും കേവല ധാതു പൂർവ്വമായി വരുന്ന സമാസത്തിലും ഉത്തരപദത്തിന്റെ ആദ്യത്തെ ദൃഢാക്ഷരം ഇരട്ടിക്കുകയില്ല. അണ്ടർകോൻ, എരുതി, അണ്ടർകോൻ, എരുതി എന്നിവയാണ് ഇതിലെ ഉദാഹരണങ്ങൾ. റാവും താവും ഇരട്ടിപ്പൂ നാമാന്തത്തിൽ യഥോചിതം, ഇതിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നാട് പ്ലസ് അകം നാട്ടകം, അതുപോലെ ആറ് പ്ലസ് വഞ്ചി ആറ്റുവഞ്ചി എന്നിവയാണ്. ഇനി നോക്കൂ, അടുത്തത് ഏതാണ്? കൂട്ടക്ഷരം ഇരട്ടിക്ക പദമധ്യത്തിലാവുകിൽ. പദമധ്യത്തിൽ കാണുന്ന കൂട്ടക്ഷരത്തിൽ ആദ്യത്തേത് എന്ത് ചെയ്യും? ഇരട്ടിക്കും എന്നുള്ളതാണ്. എഴുതുമ്പോഴല്ല, ഉച്ചരിക്കുമ്പോഴാണ് ഈ ഇരട്ടിപ്പ് സംഭവിക്കുന്നത്. ലക്ഷ്മി എന്നുള്ള പദം ഇതിന് ഉദാഹരണമാണ്. പിന്നെ ചുട്ടെഴുത്തുകൾ പിൻവന്നാൽ മെയ്യേടും ദ്വിത്വമാർന്നിടും എന്നുള്ള കാരിക വരുന്നുണ്ട്. അലുപ്താക്കിയ സമാസത്തിൽ ധാതു പൂർവ്വത്തിലും വരാം, ധാതു പൂർവ്വത്തിൽ വരില്ല എന്നുള്ളതാണ്. ഒരു മിനിറ്റ്, എനിക്കൊരു ചെറിയ സംശയം, ഞാനിതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോട്ടെ. എനിക്കിവിടെ എന്തോ ഒരു കാര്യം ഡൗട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഉദാഹരണങ്ങളിൽ ഞാൻ വേറെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ മക്കളെ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡൗട്ടൊന്നും തോന്നുന്നില്ല? ഞങ്ങൾക്കറിയില്ലല്ലോ എന്നല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോട്ടെ. ദ്വിത്വസന്ധി, എന്ത് പറഞ്ഞാലും വിശ്വസിക്കാം, അങ്ങനെയാണ് വിശ്വസിക്കല്ലേ കേട്ടോ. ദ്വിത്വസന്ധിയിലെ ആദ്യത്തേത് കരാധികരം മൂഷ്മാവും മൃദുകോശങ്ങളും ദൃഢം എന്ന് പറയുന്നതാണ്. സമാസിച്ചാൽ ഇരട്ടിപ്പു എന്ന് തുടങ്ങുന്ന കാരികയാണ് അവിടെ വരുന്നത്. തല പ്ലസ് കെട്ട് തലക്കെട്ട്, താമര പ്ലസ് കുളം താമരക്കുളം എന്നിവയൊക്കെയാണ് അതിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. രണ്ടാമത് വരുന്നത് അലുപ്താക്കി സമാസത്തിൽ ധാതു പൂർവ്വത്തിലും വര എന്നുള്ളതാണ്. അണ്ടർകോൺ, മലമകൾ ചരണം, അതാണ് ഞാൻ തപ്പാൻ പോയത്. മലമകൾ ചരണം, എരുതി, കടക്കോൽ, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അലുപ്താക്കി സമാസത്തിൽ ധാതു പൂർവ്വത്തിലും വര, ഇത് പഠിച്ചു വെക്കുക. അണ്ടർകോൽ, മലമകൾ ചരണം, എരുതി, കടക്കോൽ എന്നിവയാണ്. പിന്നെ ഏതാണ്? വിനയച്ചങ്ങൾ 3 മുൻതൻ പാർഷിക സംഹിതം, ആധാരികാഭാസമാം എ, ആലിൽ കലയ വിഭക്തികൾ, ഇവയ്ക്കു പിൻദൃഢത്തിലും ദ്വിത്വം വാക്യത്തിലും വരും എന്നുള്ള ഇതാണ് വീണ്ടും വരുന്നത്. പിന്നെ കൂട്ടക്ഷരം ഇരട്ടിക്ക പദമധ്യത്തിലാവുകിൽ എന്നുള്ള കാരിക ഇതില് വരുന്നുണ്ട്. ചുട്ടെഴുത്തുകൾ പിൻവന്നാൽ മെയ്യേതും ദ്വിത്വമാർന്നിടും പരം ശിഥിലമാണെങ്കിൽ ഇതേ ദീർഘിക്കലും മതി. ഏകമാത്രം പ്രകൃത്യന്റെ എന്ന് തുടങ്ങുന്ന കാരികയാണ് പിന്നീട് വരുന്നത്. പിന്നെ പദാന്തേ വ്യഞ്ജനം വന്നാൽ എന്നുള്ളതാണ് വരുന്നത്. ഇത്രയുമാണ് വരുന്നത്. ടാവും റാവും ഇരട്ടിപ്പു നാമാന്ത്യത്തിൽ യഥോചിതം എന്നുള്ളത് ദ്വിത്വസന്ധിയിലെ വരുന്നതല്ല. ഓക്കെ, കിട്ടിയില്ലേ? യെസ്. അടുത്തത് ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? കണ്ണീർ, വെണ്ണീർ, ചെമ്മാനം, കണ്ണീർ. നല്ല ചോദ്യങ്ങള്. ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? പറഞ്ഞേ മക്കളെ, ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാ ഇതില്? ആദേശസന്ധി അല്ലാത്തത് ഏത്? പറയൂ, ഏതെങ്കിലും ഒന്ന് ഗസ് ചെയ്യൂ. ഓപ്ഷൻ ഡി, കണ്ണേറ്. അപ്പൊ കണ്ണീര്, വെണ്ണീര്, ചമ്മാനം ഒക്കെ ആദേശസന്ധി ആണെന്നാണ് നിങ്ങൾ പറയുന്നത്, ആണോ? നമ്മൾ കാണാപാഠം പഠിച്ചു വെക്കേണ്ടുന്ന ഒന്നാണ് ഏത്? നമ്മുടെ കേരള പാണ്ഡ്യം എന്നുള്ളത്. നോക്കൂ, ആദേശസന്ധിയിലെ ആദ്യത്തെ കാരിക ഏതാണ്? തവർഗത്തിനടുത്തുള്ള ടവർഗേണ സവർണനം. അതിലാണ് വിൻ പ്ലസ് തലം, വിണ്ടലം.
തൺ പ്ലസ് താർ തണ്ടാർ, തൺ പ്ലസ് താർ തണ്ടാർ, എൺ പ്ലസ് 100 800 തുടങ്ങിയവയൊക്കെ വരുന്നത്. പിന്നെ ലകാരം വർസ്യമായി തീരൂ, അവിടെയാണ് വേട്ടു, വിറ്റു, അകറ്റു, നന്നു, 90 എന്നിവയൊക്കെ ഉദാഹരണമായിട്ട് വരും. പിന്നെ വിനാമം ലകൾക്കോതാം എന്ന് തുടങ്ങുന്ന കാരിക, വിൽക്കുക, തൽക്കാലം, നെൽമണി, കന്മഥം, അതുപോലെ തന്നെ അകലുന്നു, അകറ്റുന്നു തുടങ്ങിയവ. ഖരത്തിനു മുൻപിൽ ആദേശം, മുൻപൊന്നു നാവിനെ എന്ന് തുടങ്ങുന്നത്. തിരുമുൽ കാഴ്ച, പൊൽക്കുടം, പിൻപാട്ട്, പിൽപ്പാട്ട് ആകുന്നതൊക്കെ അവിടെയാണ്. അപ്പൊ ഈ ചോദ്യത്തിന് എന്താണ് കൃത്യമായിട്ട് നമുക്കറിയാം ഏതാണ് കണ്ണേറാണ്. കണ്ണീര്, വെണ്ണീര്, ചെമ്മാനം എന്നിവയെല്ലാം തന്നെ എന്താണ് ആദേശസന്ധിയുടെ ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. അപ്പൊ സന്ധി പഠിക്കുന്ന സമയത്ത് ഓരോ സന്ധിയും കൃത്യമായിട്ട് ഉദാഹരണങ്ങൾ സഹിതം പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം. കാരിക പഠിക്കണം, അതുപോലെ തന്നെ ലീലാതിലകവുമായി ബന്ധപ്പെട്ട താരതമ്യവും പഠിക്കണം. അടുത്തത് സമാസത്തിലേക്ക് കടക്കുകയാണ്. അവ്യയീഭാവ സമാസം ഏത്? അവ്യയീഭാവ, താഴെ പറയുന്നവയിൽ അവ്യയീഭാവ സമാസം ഏതാണ്? അവ്യയീഭാവ സമാസം പറഞ്ഞേ മക്കളെ, അവ്യയീഭാവ സമാസം ഏതാണ്? ഭക്തിപൂർവം, യഥോചിതം, കിളിമൊഴി, കൗരവപ്പട. ഇതിലെ അവ്യയീഭാവ സമാസം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഭക്തിപൂർവം, യഥോചിതം, കിളിമൊഴി, കൗരവപ്പട. അവ്യയീഭാവ സമാസം. അപ്പൊ സമാസത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടുന്ന ഒന്നാണ് സമാസത്തിലെ വിഭാഗങ്ങളും അതിന്റെ ഉദാഹരണങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അതുപോലെ വിഗ്രഹവും സമസ്ത പദവും നമുക്ക് നോക്കണം. അവ്യയീഭാവൻ, തൽപുരുഷൻ, ബഹുവിറുകി, ദ്വന്ദ്വൻ എന്നിവയാണുള്ളത്. അവ്യയീഭാവം 2 പദങ്ങള് അല്ലെ. ആദ്യത്തെ പദത്തെ എന്ത് വിളിക്കുന്നു? പൂർവ്വപദം എന്ന് വിളിക്കുന്നു. പിന്നത്തെ പദത്തെ ഉത്തരപദം എന്ന് വിളിക്കുന്നു. വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിന്റെ അർത്ഥത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് അവ്യയീഭാവൻ. വിഗ്രഹിക്കുമ്പോഴാണ് പൂർവ്വപദത്തിന് പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഏതാണ് ഉത്തരം? വിഗ്രഹിക്കുന്ന സമയത്ത് ആദ്യത്തെ പദത്തിന് പ്രാധാന്യം വരണം. കിളിമൊഴി, കൗരവപ്പട, യഥോചിതം, ഭക്തിപൂർവം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ആപ്റ്റ് ആയത് ഏതോ അതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. വിഗ്രഹിക്കുമ്പോൾ സരസം, രസത്തോടു കൂടിയത്. അപ്പൊ രസത്തോടു കൂടിയത് എന്നാണ് സരസം എന്നത് വിഗ്രഹിക്കുമ്പോൾ കിട്ടിയത്. രസത്തിനാണ് പ്രാധാന്യം. സവിനയം, വിനയത്തോടു കൂടിയത്. സസന്തോഷം, സന്തോഷത്തോടു കൂടി, സന്തോഷത്തിനാണ് പ്രാധാന്യം. സ്നേഹപൂർവം, സ്നേഹത്തിനാണ് പ്രാധാന്യം. ഇല്ലേ? അപ്പൊ ഇവിടെ ഏതാണ്? ഭക്തിപൂർവം, ഭക്തിയോടുകൂടി. ഭക്തിപൂർവം, ഭക്തിയോട് കൂടി എന്നുള്ളതാണ് പ്രാധാന്യം. കിളിമൊഴി, കിളി പോലെ മൊഴിയുള്ളവൾ ആരോ അവളുടെ മൊഴിയാണ് എന്ത്? കിളിമൊഴി. പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും അല്ലാതെ ആ പദത്തിൽ പറയുന്ന ഗുണങ്ങളുള്ള വസ്തുവിനോ വ്യക്തിക്കോ പ്രാധാന്യം പറയുന്ന സമാസം അതേതാണ്? ബഹുവ്രീഹിയാണ്. ചെന്താമരക്കണ്ണൻ, ചെന്താമര പോലെ കണ്ണുള്ളവൻ ആരോ അവൻ ചെന്താമരക്കണ്ണൻ അല്ലേ? യെസ്. പിന്നെ തൽപുരുഷനിലെ നിർദ്ദേശിക, തൽപുരുഷൻ, പ്രതിഗ്രാഹിക, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നിർദ്ദേശിക തൽപുരുഷൻ, കേരളദേശം, കേരളം എന്ന ദേശം. മാതൃഭൂമി പത്രം, മാതൃഭൂമി എന്ന പത്രം. മഞ്ഞക്കിളി, മഞ്ഞയായ കിളി, അത് നിർദ്ദേശിക തൽപുരുഷനാണ്. പ്രതിഗ്രാഹിക തൽപുരുഷൻ, കൗരവരുടെ പട, ആളിനെ കൊല്ലുന്നത്, മരത്തെ കൊത്തുന്നത്, പാക്കിനെ വെട്ടുന്നത്, ജാതിയെ നിർവഹിക്കുന്നത് പ്രതിഗ്രാഹിക തൽപുരുഷനായിട്ട് പറയാം. പ്രയോജിക തൽപുരുഷൻ, ദേശഭക്തി, ദേശാഭിമാനം എന്നിവ നമുക്ക് അവിടെയും പറയാനായിട്ട് പറ്റും. ഓക്കെ. യഥോചിതം, ഉചിതത്തോടു കൂടിയത് എന്നുള്ളതാണ് അല്ലെ. പക്ഷെ ഭക്തിപൂർവം എന്നുള്ളതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. കിട്ടിയോ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, തീവണ്ടി എന്നുള്ളത് ഏത് സമാസത്തിൽ പെടുന്നതാ? തീവണ്ടി, മഞ്ഞുതൊപ്പി,
തീവണ്ടി, മഞ്ഞുതൊപ്പി എന്നിവ ഏത് സമാസത്തിൽ പെടുന്നതാ? തീവണ്ടി, തീയുടെ സഹായത്താൽ ഓടുന്ന വണ്ടി. തൽപുരുഷനാണ്. തൽപുരുഷനിൽ തന്നെ മധ്യമപദ ലോപിയാണ് കേട്ടോ, മധ്യമതല ലോപി. വിശേഷണ സ്ഥാനത്ത് സംഖ്യാവാചി ശബ്ദം വരുന്നുണ്ട് എങ്കിൽ അതെന്ത് തൽപുരുഷനാ? ക്ഷമിക്കണം, ജലദോഷം ഉള്ളത് കൊണ്ടാണ്. വിശേഷണ സ്ഥാനത്ത് സംഖ്യാവാചി ശബ്ദം വരുന്നുണ്ട് എങ്കിൽ നാലില, ഇരുനില, മൂലോകം, സപ്തസ്വരങ്ങൾ, അത് യെസ് ദിഗു സമാസമാണ്. ദിഗു സമാസമാണ് അല്ലേ? യെസ്. അപ്പൊ സമാസം നോട്ട് ചെയ്ത് വെക്കണം. ഭക്തിപൂർവമാണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ എ. ഇനി അടുത്തത് വീണ്ടും കേരള പാണ്ഡ്യത്തിലേക്ക് വരികയാണ്. കേരള പാണ്ഡ്യത്തിലെ വിഷയ വിഭജനക്രമം എങ്ങനെ? ആദ്യം എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, രണ്ടാമത് എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, മൂന്നാമത് എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു? ക്ഷമിക്കണം കേട്ടോ, ജലദോഷം അതിന്റെ പീക്കിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഒന്ന് തുമ്മുന്നത്. കേരള പാണ്ഡ്യം ധാത്വാധികാരം, നിപാതവ്യധികാരം, നാമാധികാരം, ഭേദകാധികാരം, ആകാംക്ഷാധികാരം. എത്ര അധികാരങ്ങളുണ്ട്? എത്ര അധ്യായങ്ങളുണ്ട്? മൊത്തം 7 എണ്ണാണ് ഉള്ളത്. മൊത്തം 7 എണ്ണാണ് ഉള്ളത്. നോട്ട് ചെയ്യുക. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. ഞാൻ തുമ്മുന്നത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, മൊത്തം 7 എണ്ണാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് പീഠികയാണ്. ആദ്യത്തേത് പീഠികയാണ്. ആദ്യത്തേത് ഏതാണ്? പീഠികയാണ്. പീഠിക അവിടെ ഒഴിച്ചു നിർത്തുക. പീഠിക ഒഴിച്ചു നിർത്തിയാൽ രണ്ടാമത്തേത് ഏതാണ്? സന്ധിപ്രകരണമാണ്. രണ്ടാമത്തേത് ഏതാണ്? സന്ധിപ്രകരണമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഏതാണ്? നാമാധികാരമാണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ആദ്യത്തേതിൽ നാമാധികാരമാണ്. മൂന്നാമത്തേത് ഏതാണ്? നാമാധികാരമാണ്. ഓക്കെ, അധ്യായ വിഭജന പ്രകാരം ഒന്നാമത്തേത് പീഠിക, രണ്ടാമത്തേത് സന്ധിപ്രകരണം, മൂന്നാമത്തേത് നാമാധികാരം, നാലാമത് വരുന്നത് ധാത്വാധികാരമാണ്. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യപ്രകാരം രണ്ടാമത്തേത് ധാത്വാധികാരമാണ്. നാമാധികാരം കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്? ധാത്വാധികാരം. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഭേദകാധികാരമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്? ഭേദകാധികാരമാണ്. അത് കഴിഞ്ഞിട്ട് ഭേദകാധികാരം. ഭേദകം കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? നിപാതവ്യയധികാരം വരുന്നത്. നിപാതവ്യയധികാരം വരുന്നത്. ഏറ്റവും അവസാനത്തിലാണ് ആകാംക്ഷ അല്ലെ? ക്ലൈമാക്സിലല്ലേ നമുക്ക് ആകാംക്ഷ ഉണ്ടാകുക? ആകാംക്ഷ അധികാരം അങ്ങനെ പഠിച്ചു വെക്കുക. അതിലാണ് വാക്യം, പദം, പൊരുത്തം, സമാസം, ശബ്ദോൽപത്തി എന്നിവ വരുന്നത്. ആകാംക്ഷ അധികാരമാണ് അടുത്തത്. കിട്ടിയോ? നിങ്ങൾ പലരും ഇത് നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. മക്കളെ നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, പീഠികയിലാണ് നമ്മുടെ അനുനാസികതി പ്രസരം, തവർമർദ്ദം അല്ലെങ്കിൽ താളവി ആദേശം, സ്വരസംവരണം, പുരുഷഭേദ നിരാസം, ഗിലോപ സംഗ്രഹം, അംഗഭംഗം, ഘട്ടവിഭാഗങ്ങൾ, കരിന്തമിഴ് ഘട്ടവിഭജനങ്ങളില്ലേ? ആദ്യഘട്ടം, മധ്യഘട്ടം, ആധുനിക ഘട്ടം, അതൊക്കെ വരുന്നത് പീഠികയിലാണ്. സന്ധിയെ കുറിച്ച് പറയുന്നു. നാമാധികാരത്തിലാണ് ലിംഗം, വചനം, വിഭക്തി തുടങ്ങിയവ വരുന്നത്. ധാത്വാധികാരത്തിലാണ് ധാത്വാധികാരം എന്താണ്? കാലപ്രകരണം വരുന്നുണ്ട്. പ്രയോഗം, പ്രകാരം, പ്രയോഗം, പ്രയോജകം, നാമധാതു, ഗിലധാതു, അനുപ്രയോഗം, നിഷേധ പ്രകരണം, സമുച്ചയം, അംഗക്രിയ, പേരച്ചം, വിനയച്ചം, കൃതികൃത്തുക്കള്, കാരകൃത്തുക്കളൊക്കെ വരുന്നുണ്ട്. ഭേദകാധികാരത്തില് ഭേദകം, നിപാതം അവ്യയ അധികാരത്തില് നിപാതം അവ്യയം, ആകാംക്ഷാധികാരത്തിലാണ് വാക്യം, പദക്രമം, പൊരുത്തം എന്നിവ വരുന്നത്. അപ്പൊ ഒന്ന് നാമാധികാരം, സി ആദ്യം. എല്ലാ ഓപ്ഷനിലും സി ആണ് ആദ്യം. രണ്ടാമത്തേത് ധാത്വാധികാരാണ്, എ. അപ്പോ ഒരെണ്ണം ഡിലീറ്റ് ചെയ്തു. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഭേദകാധികാരാണ്. അപ്പൊ സി എ ഡി. സി എ ഡി വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണത്? അതേതാണ്? യെസ്, ഓപ്ഷൻ 4 കിട്ടിയോ? ഇനി കേരള പാണ്ഡ്യത്തിലെ വിഷയ വിഭജന ക്രമം ചോദിച്ചാൽ തെറ്റിക്കോ? തെറ്റിക്കരുത്. അടുത്തത് അലയിഞ്ചു ആകുന്നത് കേരള പാണ്ഡ്യയുടെ ഏത് നയപ്രകാരമാണ്? അലയിഞ്ചു
ഓരോന്നും വളരെ ഇമ്പോർട്ടന്റ് ആയതാണ്, കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതും ആണ്. ചോദിച്ചിരിക്കുന്നത് അലൈന്തു അലൈഞ്ചു ആകുന്നത് ഏത് പ്രകാരമാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളിലെ ഉദാഹരണങ്ങൾ പഠിക്കുമ്പോഴിലെ ഭൂരിഭാഗവും എവിടെ നിന്ന്? കേരള പാണ്ഡ്യത്തിൽ നിന്ന് തന്നെ പഠിക്കാനായിട്ട് നോക്കണം. അപ്പൊ മലയാള ഭാഷയുടെ 6 നയങ്ങളിലാണ് നമുക്ക് ഇത് അനുനാസിക അതിപ്രസരം, തവർഗോപമർദ്ദം, എനിക്ക് അതെപ്പോഴും പറയുമ്പോൾ തെറ്റും, തവർഗോപമർദ്ദം, താലവ്യാദേശം, സ്വരസംവരണം, പുരുഷഭേദ നിരാസം തുടങ്ങിയവയെല്ലാം നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതിന്റെ ഉദാഹരണങ്ങൾ അടക്കം പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് എന്നല്ല, അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കൂ, അനുനാസിക അതിപ്രസരം. അനുനാസിക വർണ്ണം തനിക്ക് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ തന്റെ പിന്നാലെ വരുന്ന വർണ്ണം ഖരമാണ് എങ്കിൽ അതിനെ കൂടി ആക്രമിച്ച് അനുനാസികമാക്കി തീർക്കും. അതായത് ഏതാണ്? ങ, ഞ, ന, മ എന്നിവ. അപ്പൊ ങ എന്നുള്ള വർണ്ണത്തിന്റെ പിന്നിലെ കകാരം വന്നാൽ അത് കായാകും. ഓക്കെ, ങായാകും, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ന എന്നതിന്റെ അടുത്ത് താ വന്നാൽ അത് നായാകും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. തിരുമുക, നിങ്ങൾ, നിങ്ങൾ അതെന്തായി? നിങ്ങൾ എന്നായി. ഓക്കെ, ചിമ്പുക അതെന്തായി? ചിമ്മുക എന്നായി. പഞ്ചം അതെന്തായി? പഞ്ചം എന്നുള്ളത് പഞ്ഞം എന്നായി. ജ എന്നുള്ളത് ഞായായി മാറുന്നു. വന്താൻ വന്നാനായി. പഞ്ചി പഞ്ഞിയായി. ഓക്കെ, കിട്ടിയില്ലേ? മംഗലം മംഗലം, അഞ്ജനം അഞ്ജനം, മണ്ഡപം മണ്ഡപം, ചന്ദനം ചന്ദനം. ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? അനുനാസിക അതിപ്രസരത്തിന് ഉദാഹരണമാണ്. അടുത്തത് താലവ്യാദേശമാണ്. തവർഗോപമർദ്ദം അല്ലെങ്കിൽ താലവ്യാദേശം. തവർഗം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് എന്ന് നമുക്കറിയാലോ. തവർഗം എന്ന് പറഞ്ഞാൽ എന്താ? തകാരത്തിലെ തവർഗത്തിന്റെ ഉള്ളിൽ പെടുന്ന എല്ലാതും. അപ്പൊ അതിന്റെ മുൻപിൽ വരുന്ന സ്വരം അത് ആ, ഈ, എ എന്നീ താലവ്യങ്ങൾ ഏതെങ്കിലും ആയാൽ അതിനെ കൂടി ചേർത്തിട്ട് അത് താലവ്യങ്ങളായിട്ട് വരും. അതായത് ദന്തത്തിന് താലവ്യം ആദേശം വരികയാണ് എങ്കിൽ അതിനെ എന്ത് വിളിക്കാം? താലവ്യാദേശം എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. അല, അലൈന്താൻ, അലഞ്ചാൻ, അലഞ്ഞാൻ എന്നാകുന്നു. അറി, അറിന്താൻ, അറിഞ്ചാൻ, അറിഞ്ഞാൻ എന്നാകുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ. അതുപോലെ ഏറ്റവും നല്ല, ഞാൻ എപ്പോഴും പഠിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ചീഞ്ചു. അത് ചീന്തു. ചീന്തു എന്നുള്ളത് ചീഞ്ചു ആകുന്നു, പിന്നെ അത് ചീഞ്ഞു എന്നാകുന്നു. ഇതെന്തിന് ഉദാഹരണമാണ്? താലവ്യാദേശത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? താലവ്യാദേശമാണ്. സ്വരസംവരണം എന്ന് വെച്ചാൽ എന്താ? സ്വരങ്ങളെ വേണ്ടിടത്തോളം വിട്ടു തുറന്ന് വെളിവായിട്ട് ഉച്ചരിക്കാതെ അടച്ചൊതുക്കി പിടിച്ചുച്ചരിക്കുന്നതിനെയാണ് സ്വരസംവരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, കണ്ട് എന്നുള്ളതിന് കണ്ടു എന്നുള്ളതിന് കണ്ട്, കേട്ടു എന്നതിനെ കേട്ട് എന്നൊക്കെ ഉച്ചരിക്കുകയാണ് എങ്കിൽ അതിനെ എന്ത് വിളിക്കാം? സ്വരസംവരണം എന്ന് നമുക്ക് വിളിക്കാം. സ്വരസംവരണം. പുരുഷഭേദ നിരാസം. അടുത്തത് ഏതാ? പുരുഷഭേദ നിരാസമാണ്. പുരുഷഭേദങ്ങളെ എന്താണ്? നിരസിക്കുക എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. ഓക്കെ, ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് ആർഗ്യുമെന്റ്സും കാര്യങ്ങളും പുരുഷഭേദ നിരാസം വേണോ വേണ്ടയോ എന്നതിനെ ചൊല്ലിയിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവൻ വന്നാൽ, അവൾ വന്നാൽ എന്നുള്ളതൊക്കെ ആകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അവൻ വന്താൽ എന്നാണ് പറയാ, അവളാണെങ്കിലോ വന്താൾ എന്നാണ് പറയാ, അവർ ആണെങ്കിലോ വന്താർ എന്നാണ് പറയാ. അപ്പൊ ഇത്തരത്തിലെ ഒരുപാട് കാര്യങ്ങൾ പുരുഷഭേദ നിരാസവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഉദാഹരണങ്ങളെ മുൻനിർത്തി പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ അലയിഞ്ചു ആകുന്നത് ഏതാണ്? താലവ്യത്തെ ആദേശം ചെയ്യുന്നത് കൊണ്ടാണ് താലവ്യാദേശം അഥവാ പിന്നെന്താ? തവർഗോപമർദ്ദം എന്ന് പറയുന്നത്. ഇനി 6ാമത്തത്
തൊൽക്കാപ്യർ. അപ്പൊ നമ്മള് വ്യാകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഇനി വ്യാകരണത്തിൽ ഇത്ര മാത്രമാണോ നോക്കാനുള്ളത്? അല്ല. സന്ധി, സമാസം, ചിഹ്നങ്ങള്, പരിഭാഷ, പുല്ലിംഗം, സ്ത്രീലിംഗം, വചന വ്യവസ്ഥ, വിഭക്തി, കാരകം, വ്യുൽപ്പന്നനാമങ്ങളിലെ കൃതി, കൃത്ത്, തദ്ധിതം അടക്കം ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രകാരം, പ്രയോഗം എന്നിവയും നമ്മൾ നോക്കണം. ഓക്കെ, അടുത്തതിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മള് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തത്തിലേക്ക് കടക്കുകയാണ്. തൊൽക്കാപ്യർ കാവ്യ സാമഗ്രികളെ എത്രയായി തരംതിരിക്കുന്നു? 3, 4, 5, 2. തൊൽക്കാപ്യർ കാവ്യ സാമഗ്രികളെ എത്രയായി തരംതിരിക്കുന്നു? എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? ചോദ്യം മനസ്സിലായില്ലേ മക്കളെ? ചോദ്യം നമുക്ക് മനസ്സിലാവേണ്ടതാണല്ലോ. തൊൽക്കാപ്യത്തിന്റെ വിഭജനം വരുന്നുണ്ടല്ലോ. അതിലെ അവരെ കാവ്യ സാമഗ്രിക്ക് കാരണമാകുന്ന ഘടകങ്ങളെ എത്രയായി തിരിക്കുന്നു? അത് ഏതൊക്കെയാണ്? എത്രയായി തിരിക്കുന്ന ഏതൊക്കെയാണ്? പലപ്പോഴും പലർക്കും റെഫറൻസ് കിട്ടാത്തൊരു ഏരിയ കൂടിയാണിത്. മുതൽ, ഉരി, കരു. യെസ്, മുതൽ പൊരുൾ, കരിപ്പൊരുൾ, ഉരിപ്പൊരുൾ എന്നിങ്ങനെ മൂന്നാക്കി തിരിക്കുന്നു. മുതൽ പൊരുൾ. മുതൽ പൊരുൾ എന്ന് വെച്ചാൽ എന്താണ്? മുതല് ദേശമാണ് അല്ലെ? മുതൽ വകകൾ എന്നൊക്കെ നമ്മൾ പറയും. മുതൽ എന്ന് വെച്ചാൽ എന്താ? പൈസ എന്നുള്ളതുമായി കണക്ട് ചെയ്ത് പറയാറുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ മുതൽ എന്താണ്? പൈസയാണ് അല്ലെ? എത്ര മുതലുണ്ട് എന്നൊക്കെ ചോദിക്കും. അത് ദേശവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഓരോ നാട്ടിലും വിന്യസ്തമാകുന്ന അല്ലെങ്കിൽ വിന്യസിക്കുന്ന ദേശകാലത്തെയാണ് എന്ത് വിളിക്കുന്നത്? മുതൽ പൊരുൾ എന്ന് വിളിക്കുന്നത്. കുറിഞ്ചിയാണ് എങ്കിൽ അതെന്താണ്? മലയാണ്. അവിടുത്തെ സമയം അർദ്ധരാത്രിയാണ്. മുല്ലക്കാടാണ്, സന്ധ്യാനേരമാണ്. മുല്ലപ്പൂ പൂക്കുന്ന സമയം എന്താണ്? സന്ധ്യാനേരമാണ്. മരുതം എന്ന് പറയുന്നത് വയലാണ്. വയലിൽ എപ്പോൾ വേണമെങ്കിലും, അതായത് എന്താണ്? നേരം വെളുത്ത് രാത്രി ആവുന്നതിന് മുമ്പുള്ള എപ്പോ വേണമെങ്കിലും നമുക്ക് വയലിൽ പണിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ മരുതം എന്ന് പറയുന്നത് വയലാണ്. പാലി എന്ന് പറഞ്ഞാൽ എന്താണ്? ചുട്ടുപഴുത്ത വരണ്ട് കിടക്കുന്ന പ്രദേശമാണ്. അപ്പൊ അവിടെ ഏതാ സമയം? ചുട്ട് വരൾച്ച എന്ന് പറയുമ്പോൾ എന്താ? നട്ടുച്ചയാണ്. നെയ്തൽ കടലോരമാണ്, അവിടെ സായംകാലമാണ്. ഓക്കെ, അതാണ് മുതൽ പൊരുൾ. അപ്പൊ മുതല് ദേശകാലമാണ്. ഇനി ഏതാണ്? കരുപ്പൊരുളാണ്. കരുപ്പൊരുൾ ദൈവം, ഭക്ഷണം, മൃഗം, വൃക്ഷം, പക്ഷി, പറ, തൊഴില്, രാഗം എന്നിവരൊക്കെ അതില് ഉൾപ്പെടുന്നു. ഓരോന്നിനും ഓരോന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം മുതൽ പൊരുൾ പറഞ്ഞു. ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് നോട്ട് ആയിട്ട് എടുത്തോ. ഓക്കെ, അടുത്തത് കരുപ്പൊരുളാണ്. ഞാൻ പറഞ്ഞു ദൈവം, ഭക്ഷണം, മൃഗം, പക്ഷി, പറ, തൊഴില്, രാഗം, ആളുകൾ, നായകൻ, പുഷ്പം എന്നിവയാണ്. കുറിഞ്ചി പുലിയാണ് മൃഗം. പുലി, ആന, തത്താമയിൽ പക്ഷികൾ. വേങ്ങാമരമാണ് മരം. കരുന്തുമരം അത് മരമാണ്. കന്താളാണ് പൂവ്. നായാട്ടാണ് അവരുടെ തൊഴില്. അപ്പൊ കുറിഞ്ചിയിലെ തൊഴിൽ നായാട്ടാണ്. പാല് കൊള്ളന്മാരും കൊള്ളക്കാരും ഉള്ളതാണ്, കൊള്ളയടിക്കലാണ്. മുല്ലക്കൊടിയാണ്, അവിടെ തൊഴിൽ പറയുന്നില്ല. പിന്നെ മരുതത്തിൽ എന്താണ്? കൃഷിയാണ്. മരുതം വയലാണ്. നെയ്തൽ എന്ന് പറയുന്നത് കടലാണ്. അപ്പൊ ഉപ്പുണ്ടാക്കല്, ഉമണർ, മത്സ്യബന്ധനം, കപ്പൽ നിർമ്മാണം, മീൻപിടുത്തം ഇവയൊക്കെ നെയ്തലാണ്. അപ്പൊ കരുപ്പൊരുള് ഒരുപാട് ഘടകങ്ങൾ വരുന്നതാണ്. ഇനി അടുത്തത് ഉരിപ്പൊരുളാണ്. ഉരിപ്പൊരുൾ എന്ന് പറഞ്ഞാൽ ഭാവമാണ്. അപ്പൊ മുതല് കാലും ദേശവുമാണ്. ഉരി എന്ന് വെച്ചാൽ എന്താ? ഭാവമാണ് അല്ലെ? ഉരിപ്പൊരുൾ. ഉരിയാടുക. പലരും പല രീതിയിൽ പല ഭാവത്തിലല്ലേ സംസാരിക്കുക. ഞാൻ കീവേഡ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഉരിപ്പൊരുൾ എന്ന് വെച്ചാൽ എന്താണ്? ഭാവമാണ്. കുറിഞ്ചി കമിതാക്കളുടെ രഹസ്യ വേഴ്ച, സംഭോഗ ശൃംഗാരം, വിവാഹത്തിന് മുമ്പുള്ള രഹസ്യ ജീവിതമാണ് കുറിഞ്ചി. പാല് നായകന്റേതാണ്. നായകന്റെ വേർപാടും നായികയുടെ സങ്കടാവസ്ഥയുമാണ് വരുന്നത്. മുല്ല യുദ്ധകാര്യാർത്ഥം വേർപെട്ട നായകൻ തിരിച്ചെത്തും വരെ നായികയുടെ കാത്തിരിപ്പാണ് വരുന്നത്. മരുതം ഭർത്താവിന്റെ വേശ്യാ സമ്പർക്കം അറിഞ്ഞ ഭാര്യ പിണങ്ങുന്നതും വിരക ദുഃഖവുമാണ്. നെയ്തൽ കാമുകന്റെ വേർപാടിൽ കാമുകി ദുഃഖിച്ചു കരയുന്നതാണ്. അപ്പൊ ഉരിപ്പൊരുൾ എന്താണ്? കാവ്യത്തിന്റെ ഭാവമാണ് ഉരിപ്പൊരുൾ അഥവാ ഉരുപ്പൊരുൾ എന്ന് വിളിക്കുന്നത്. കിട്ടിയില്ലേ മക്കളെ? അപ്പൊ തൊൽക്കാപ്യർ കാവ്യ സാമഗ്രികളെ എത്രയായി തരംതിരിക്കുന്നു? 3 ആക്കി തിരിക്കുന്നു. മുതൽ പൊരുൾ, കരുപ്പൊരുൾ, ഉരിപ്പൊരുൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അടുത്ത ചോദ്യം. ഗുണവദലം കൃതം ച വാക്യമേവ കാവ്യം. ഗുണവദലം കൃതം ച വാക്യമേവ കാവ്യം. ആരുടെ നിരീക്ഷണം?
ഹേമചന്ദ്രൻ, വിശ്വനാഥൻ, രാജശേഖരൻ, ആനന്ദവർദ്ധനൻ. കാവ്യ നിർവചനങ്ങള് പഠിക്കേണ്ടതിൽ ആദ്യത്തേത് കാവ്യ നിർവചനങ്ങളാണ്. കാവ്യ പ്രയോജനങ്ങൾ പഠിക്കണം. ഓരോരുത്തരും മുന്നോട്ട് വെച്ച സിദ്ധാന്തങ്ങൾ പഠിക്കണം. ഓരോരുത്തരുടെയും കൃതികളുടെ പേര് പഠിക്കണം. ഓക്കെ, പറഞ്ഞേ. ഗുണവദലം കൃതം ച വാക്യമേവ കാവ്യം. ഹേമചന്ദ്രന്റെ കൃതിയുടെ പേരെന്താ? ഞാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹേമചന്ദ്രൻ. ഞാൻ പറഞ്ഞ കീവേഡ് ഓർത്തിരിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് കിട്ടും. ഹേമചന്ദ്രന്റെ കൃതിയുടെ പേരെന്താ മക്കളെ? ഹേമചന്ദ്രന്റെ കൃതിയുടെ പേരെന്താണ്? കാവ്യാനുശാസനമാണ്. ഹേമചന്ദ്രന്റെ കാവ്യാനുശാസനം. അദോഷോ സഗുണൗ സാലങ്കാരം ച ശബ്ദാർത്ഥൗ കാവ്യം. അദോഷൗ സഗുണൗ സാലങ്കാരൗ ച ശബ്ദാർത്ഥൗ കാവ്യം എന്നാണ് ഹേമചന്ദ്രൻ പറയുന്നത്. അടുത്തത് വിശ്വനാഥനാണ്. വിശ്വനാഥന്റെ കൃതിയുടെ പേരെന്താ? സാഹിത്യ ദർപ്പണമാണ്. സാഹിത്യ ദർപ്പണത്തിൽ അദ്ദേഹം എന്താ പറയുന്നത്? വാക്യം രസാത്മകം കാവ്യം. വാക്യം രസാത്മകം കാവ്യം എന്നാണ് പറയുന്നത്. ആനന്ദവർദ്ധനന്റെ കൃതിയുടെ പേരെന്താണ്? ധ്വന്യാലോകമാണ്. ധ്വന്യാലോകം. ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത്? ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം. ഓക്കെ, അപ്പൊ ഇനി ഏതാണുള്ളത്? രാജശേഖരന്റെ കൃതിയുടെ പേരെന്താ? കാവ്യ മീമാംസ. ഗുണവദലം കൃതം ച വാക്യമേവ കാവ്യം. ഓക്കെ, രാജശേഖരനാണ് പറയുന്നത്. കിട്ടിയില്ലേ? അപ്പൊ ഓരോരുത്തരുടെ നിരീക്ഷണവും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഓക്കെ അല്ലേ മക്കളെ? ഓരോരുത്തരുടേതായിട്ട് നോക്കിക്കോ. ഹേമചന്ദ്രന്റെ കാവ്യാനുശാസനമാണ് ഹേമചന്ദ്രൻ. അദോഷൗ സഗുണൗ സാലാലങ്കാരൗ ച ശബ്ദാർത്ഥൗ കാവ്യം. വാഗ്ഭടന്റെ കൃതി ഏതാണ്? കാവ്യാലങ്കാരമാണ്. വാഗ്ഭടന്റെ കാവ്യാലങ്കാരം. ശബ്ദാർത്ഥൗ നിർദോഷൗ സഗുണൗ പ്രായ സാലങ്കാരൗ ച കാവ്യം എന്നാണ് അദ്ദേഹം നിർവചിച്ചിരിക്കുന്നത്. രാജശേഖരന്റെ കാവ്യമീമാംസ. രാജശേഖരന്റേതാണ് കാവ്യമീമാംസ. അദ്ദേഹം എന്താണ് പറയുന്നത്? ഗുണവദലം കൃതം ച വാക്യമേവ കാവ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിന്റെയും അർത്ഥം പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇല്ലേ മക്കളെ? പറഞ്ഞേ. ഉണ്ട്. ആനന്ദവർദ്ധന്റെ കൃതി ഏതാണ്? അത് ധ്വന്യാലോകമാണ്. ആനന്ദവർദ്ധന്റെ കൃതി ഏതാണ്? ധ്വന്യാലോകമാണ്. ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം. കിട്ടിയോ മക്കളെ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കാവ്യപ്രയോജനത്തെ കുറിച്ചുള്ള മമ്പടന്റെ കാരികയിലെ ക്രമം. കാവ്യപ്രയോജനത്തെ കുറിച്ചിട്ടുള്ള മമ്മടന്റെ കാരികയിലെ ക്രമം. ആ കാവ്യം പഠിച്ചു വെക്കുകയാണ് എങ്കിൽ അത് പെട്ടെന്ന് കിട്ടും. കാരിക പഠിച്ചു വെക്കുകയാണ് എങ്കിൽ. കാവ്യം യശസ്സേ അർത്ഥകൃതേ വ്യവഹാരകൃതേ ശിവേദരക്ഷതയെ സദ്യഃ പരനിർവൃതയെ കാന്താ സംഹിത തയോപദേശയുജേ. കാവ്യം യശസ്സേ അർത്ഥകൃതേ വ്യവഹാരവിദേ ശിവേദരക്ഷതയെ സദ്യഃ പരനിർവൃതയെ കാന്താ സംഹിത തയോപദേശയുജേ. ഞാൻ പലപ്പോഴും പിള്ളേരോട് പറയാറുണ്ട്, മക്കളെ കാരിക പഠിച്ചു വെക്കുക. അപ്പൊ ടീച്ചറെ കാരിക ചോദ്യം വരും. ഇനി കാരിക ചോദിക്കില്ല, പക്ഷെ കാരികയുടെ ഓർഡർ ചോദിച്ചാൽ എന്താ ചെയ്യാ? ആ കാരിക പഠിക്കാത്ത ഒരാൾക്കൊന്നും കിട്ടുമോ? ഇല്ല. ഇതുപോലെ വിഭക്തി കാരിക പഠിച്ചേക്കണം. നിപ്രസം ഉപ്രസമാ എന്നുള്ള കോഡ് പഠിച്ചു വെച്ചാൽ കിട്ടും. ഇല്ലേ? യെസ്. അപ്പൊ കാവ്യപ്രയോജനം മമ്മടന്റെ കാവ്യപ്രയോജനം നമ്മൾ പറഞ്ഞ എ. നോക്കൂ, ഒന്ന് ഏതാണ്? എ. 2 ഏതാണ്? സി. 3 ഇ. 4 ഡി. 5 ബി. ACEDB ഓപ്ഷൻ 2 ആണ് ശരിയായിട്ടുള്ള ആൻസർ. കിട്ടിയോ?
മമ്മടന്റെ കാവ്യപ്രകാശത്തിലേതാണ് ഈ കാരിക? കാവ്യം യേശസേ അർത്ഥകൃതേ വ്യവഹാരവിധേ ശിവേദരക്ഷതയെ സദ്യഹാപര നിർവൃതയെ യശസ്സേ. ഇങ്ങനെയുള്ള ഒരു ചിഹ്നാണ്, അത് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എഫ് ഇട്ടിരിക്കുന്നത്. സദ്യഹാപര നിർവൃതയെ കാന്താസംഹിത തയോപദേശിച്ച്. കാവ്യം കീർത്തിയും ധനവും നൽകുന്നു, ലോകത്തിന് ഗതിവിഗതിയെ പറ്റിയിട്ടുള്ള അറിവ് നൽകുന്നു, അമംഗളങ്ങളെ ഇല്ലാതാക്കുകയും ചിത്തവിശുദ്ധി നേടുകയും ചെയ്യുന്നു. ഈ ഇത്തരത്തിലുള്ള ചിത്തവിശുദ്ധി നേടിയവനെ പെട്ടെന്ന് തന്നെ പരമമായ ആനന്ദവും നിർവൃതിയും നേടാനാകുന്നു. മാത്രമല്ല കാവ്യം പ്രിയതമയെ പോലെ, കാന്തയെ പോലെ മനസ്സിനെ രമിപ്പിക്കുകയും സതുപദേശത്താൽ നേർവഴി കാണിച്ചു തരികയും ചെയ്യുന്നു. കാവ്യത്തിന്റെ പ്രയോജനം എന്താണ് എന്ന് മമ്മടൻ കാവ്യപ്രകാശം എന്ന തന്റെ കൃതിയിലൂടെ വ്യക്തമാക്കുന്നു. ഇനി അലങ്കാരവും ലക്ഷണവും ചേരുംപടി ചേർക്കുക. ചോദ്യപേപ്പറിൽ അതേ ചോദ്യമാണ്. നമ്മുടെ PYQന്റെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ചേർത്തിരിക്കുന്നതാണ്. പറഞ്ഞേ, ഏകധർമ്മത്തിൽ അന്വയിപ്പത് അനേകമേകധർമ്മത്തിൽ അന്വയിപ്പത്. അങ്ങനെ പഠിച്ചു വെച്ചാലേ പെട്ടെന്ന് കിട്ടുള്ളൂ. കാരികകള് പഠിച്ചു വെക്കണം. അനേകമേകധർമ്മത്തിൽ അന്വയിപ്പത് ദീപകം. അനേകമേകധർമ്മത്തിൽ അന്വയിപ്പത് ദീപകം. ദീപകത്തിന്റെ ഉദാഹരണം മതം കൊണ്ടാണ് ശോഭിക്കും, ഔദാര്യം കൊണ്ട് ഭൂപതി. കാരണമില്ലാത്ത കാര്യം, അതിനെന്താ പറയുന്നത്? കാരണമില്ലാത്ത കാര്യം അതെന്താ സംഭവം? കാരണമില്ലാത്ത കാര്യം പറഞ്ഞ മക്കളെ, കാരണമില്ലാത്ത കാര്യവുമായി ബന്ധപ്പെടുന്നത് ഏതാ? വിഭാവനയാണ്. ഒരു കാര്യമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വിഭാവന ചെയ്യുക. വിശേഷധർമ്മികൾക്ക് ഐക്യം വരുന്നു. വിശിഷ്ടധർമ്മികൾക്ക് ഐക്യം വരുന്നു. അതേതാണ്? അത് നിദർശനയാണ്. കാരണത്തോട് ബന്ധമില്ലാത്ത ഒരു കാര്യം പറയാം. എന്ന് വെച്ചാൽ എന്താ? ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാം. അത് അസംഗതിയാണ്. അപ്പൊ ഇത്തരത്തില് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതില് ഈ വിഭാവന, അസംഗതി, നിദർശനം ഇതൊന്നും അധികം ചോദിച്ച് കണ്ടിട്ടില്ല. ഈ പേപ്പറിൽ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ 1 അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ അത് ഉപമയാമത്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. അത് താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക. ഏതാ? അത് താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക. പറഞ്ഞ മക്കളെ, ഉൽപ്രേഷ. അവർണ്ണത്തോട് വർണ്ണത്തിൽ ഭേദകം ചൊൽക രൂപകം. സംസാരമാം സാഗരത്തിൽ അംസാന്തം മുങ്ങലാ സഖേ എന്ന് വരുന്നത്. ദീപകം അനേകധർമ്മത്തിൽ അന്വയിപ്പത്, അനേകമേകധർമ്മത്തിൽ അന്വയിപ്പത് ദീപകം. മതം കൊണ്ടാണ് ശോഭിക്കും, ഔദാര്യം കൊണ്ട് ഭൂപതി. ഒന്നിനോടൊന്നുകൂടി മറ്റൊന്നു ക്രിയ ചെയ്താൽ സഹോക്തിയാം. കീർത്തി ശത്രുക്കളോടൊത്ത് കടന്നു പല ദിക്കുകളിൽ. അതാണ് സഹോക്തി വരുന്നത്. സ്വഭാവോക്തി ഏതാണ്? സൂക്ഷ്മ സ്വഭാവം വർണ്ണിച്ചാൽ സ്വഭാവോക്തിയാം. ഇനി ഏതൊക്കെയാ വരുന്നത്? പ്രതിവസ്തുപമ. ശ്രീവഞ്ചി ഭൂപനുള്ളപ്പോൾ കാര്യമെന്തിക ദീപത്താൽ. രൂപകാതിശയോക്തി. നിഗീര്യാദി അവസാനം താൻ രൂപകാതിശയോക്തിയാം. സരോജയുഗളം കാണുകെ ശരങ്ങൾ ചൊരിയുന്നിത. ഉല്ലേഖം. ഉല്ലേഖം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കാമനെന്ന് ഇവനെ സ്ത്രീകൾ, കാലനെന്നോർത്ത് വഴികൾ. ഉദാഹരണമാണ് ചോദിക്കുന്നത്. വിരോധം തോന്നുമാറുക്തി വിരോധാഭാസമായിടും. ഹന്ത ചന്ദ്രമുഖിക്കുന്നു ചെന്തിയായത് ചന്ദനം. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അലങ്കാരം, ലക്ഷണം. അലങ്കാരവും ലക്ഷണം മാത്രമല്ല, അതിന്റെ ഉദാഹരണങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നതും ചോദിക്കാറുണ്ട്. ഓക്കെ. ഇനി ഭരതന്റെ നാട്യശാസ്ത്രത്തിലെ സർവപ്രധാനമായ അധ്യായം. ഭരതന്റെ നാട്യശാസ്ത്രത്തിലെ സർവപ്രധാനമായ അധ്യായം ഏത്? നാട്യശാസ്ത്രത്തിൽ എന്തിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ പറയുന്നത്? ആറാം അധ്യായം. ആറാം അധ്യായത്തിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? രസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഭരതന്റെ നാട്യശാസ്ത്രം ചോദിച്ച സ്ഥിതിക്ക് അടുത്ത പ്രാവശ്യം ലീലാതിലകത്തിന്റെ ശില്പങ്ങളും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്കറിയാം, സംസ്കൃത ഭാഷയിൽ വിരചിതമായിട്ടുള്ള കൃതിയാണ് ലീലാതിലകം എന്ന് പറയുന്നത്.
ചോദ്യോത്തര രൂപത്തിൽ ആഖ്യാനം ചെയ്തിട്ടുള്ള കൃതിയാണ്. ലീലാതിലകത്തിൽ എത്ര ശില്പങ്ങളുണ്ട് മക്കളെ? ലീലാതിലകത്തിൽ എത്ര ശില്പങ്ങളുണ്ട്? 8 ശില്പങ്ങളാണുള്ളത്. ഒന്നാമത്തെ ശില്പത്തിലേതാ? ഒന്നാമത്തെ ശില്പത്തിലെ എന്താ പറയുന്നേ? ഒന്നാമത്തെ ശില്പത്തിലെ മണിപ്രവാള ചർച്ചയാണ്. ഒന്നാമത്തെ ശില്പത്തിലെ മണിപ്രവാള ചർച്ചയാണ്. മണിപ്രവാള ലക്ഷണം 11ാമത്തെ സൂത്രത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ ശില്പത്തിലെ മണിപ്രവാള ലക്ഷണാണ്. പാട്ടിന്റെ ലക്ഷണം 11ാമത്തെ സൂത്രത്തിൽ പറയുന്നുണ്ട്. രണ്ടാം ശില്പത്തിലോ? രണ്ടാം ശില്പം 2, 2ഉം 3ഉം വ്യാകരണ ചർച്ചയാണ്. 2ഉം 3ഉം വ്യാകരണ ചർച്ചയാണ്. അതിലെ മൂന്നാം ശില്പത്തിലാണ്. രണ്ടാം ശില്പത്തിൽ വ്യാകരണ ചർച്ച, മൂന്നാം ശില്പത്തിൽ വ്യാകരണം സന്ധിയെ കുറിച്ച് പറയുന്നു. 4ഉം 5ഉം ശില്പങ്ങൾ. 4ാം ശില്പത്തിലെ കാവ്യദോഷത്തെ കുറിച്ച് പറയുന്നു. 4ാം ശില്പത്തിലെ ദോഷമാണ്. 5ാം ശില്പത്തിൽ എന്താണ്? കാവ്യ ഗുണമാണ്. ഓക്കെ, അപ്പൊ മണിപ്രവാള ചർച്ച, 2ഉം 3ഉം വ്യാകരണം, മൂന്നാമത്തേതില് സന്ധി വ്യാകരണത്തിൽ സന്ധിയെ കുറിച്ച് പറയുന്നു. 4ാം ശില്പത്തിലെ കാവ്യദോഷം, 5ാം ശില്പത്തിലെ കാവ്യഗുണം. 6ഉം 7ഉം ശില്പങ്ങൾ എന്താണ്? അലങ്കാര ചർച്ചയാണ്. 8ാം ശില്പത്തിലാണ് എന്ത് പറയുന്നത്? ലീലാതിലകത്തിന്റെ 8ാം ശില്പത്തിലെ രസത്തെ കുറിച്ച് പറയുന്നു. നാട്യശാസ്ത്രത്തിന്റെ 6ാം അധ്യായത്തിലാണ് എന്ത് പറയുന്നത്? യെസ്, രസത്തെ പറ്റി പറയുന്നത്. ലീലാതിലകത്തിന്റെ 1ാം ശില്പം തർജ്ജമ ചെയ്തത് ആരാ? ലീലാതിലകത്തിന്റെ 1ാം ശില്പം തർജ്ജമ ചെയ്തത് ആരാ? 1ാം ശില്പം അപ്പൻ തമ്പുരാൻ. പൂർണ്ണമായി തർജ്ജമ ചെയ്തത് ആറ്റൂർ. ഇംഗ്ലീഷിലേക്ക് ബഫണും KN എഴുത്തച്ഛനും തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്. അടുത്തത് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിലേക്ക് കടക്കുകയാണ്. ഇസങ്ങൾ പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട കൃതികൾ, അതിന്റെ വക്താക്കൾ ആരാണ് എന്ന് നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഓരോ കൃതിയുടെയും ഉള്ളടക്കത്തെ കുറിച്ചിട്ടും ഇവരുടെ നിരീക്ഷണങ്ങളെ കുറിച്ചിട്ടും പഠിക്കാനുണ്ട്. ഇതിലെ നിരീക്ഷണങ്ങളില്ലാതും ഏതൊക്കെ കൃതിയിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നല്ല പാടാണ് നമുക്ക്. അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാം. നോക്കൂ, ആദ്യം നമ്മൾ ലോങ്കിനസിനെയാണ് നോക്കുന്നത്. ലോങ്കിനസിന്റെ വീക്ഷണത്തിൽ ഉദാത്തതയ്ക്ക് വരാവുന്ന 3 വിഘ്നങ്ങൾ ഏതൊക്കെയാണ്? നോട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം. ഉദാത്തതയ്ക്ക് വരാവുന്ന 3 വിഘ്നങ്ങൾ. ലോങ്കിനസിന്റെ നോട്ടിലെ ആദ്യത്തെ പാർട്ടിലെ ലോങ്കിനസിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും, 2ാമത്തെ സെക്ഷനിലെ ഉദാത്തതയുടെ ഉറവിട സ്ഥാനത്തെ കുറിച്ചിട്ടും ഉദാത്തതയെ ഹനിക്കുന്ന 3 ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് മക്കളെ? വൃഥാസ്ഥൂലത ഉണ്ട് അല്ലെ? ഉദാത്തതയ്ക്ക് പറയുന്ന 3 കാര്യങ്ങൾ. ഉദാത്ത ഭാവത്തെ ഹനിക്കുന്ന 3 ഘടകങ്ങളിൽ നമ്മൾ പറയുന്ന ഒന്നാണ് എന്ത്? വൃഥാസ്ഥൂലത എന്ന് പറയുന്നത്. ഇനി അടുത്ത ഘടകം ഏതാണ്? വൃഥാസ്ഥൂലത കഴിഞ്ഞു. അപ്പൊ വൃഥാസ്ഥൂലത ഉണ്ട്, ഉണ്ട് എന്നുള്ള കാര്യം മാത്രം ഉറപ്പായി. അപ്പോ 1ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെയാണ് ഉത്തരം. അലങ്കാരങ്ങളും ചിന്തകളും. അലങ്കാരങ്ങളും ചിന്തകളും ഒന്നും ഉദാത്ത ഭാവത്തെ ഹനിക്കുന്ന ഘടകമല്ല. അപ്പൊ ബി ഇല്ല എന്നുള്ള കാര്യം ഉറപ്പായി. കൃത്രിമമായ വികാരനാട്യം അത് ഉൾപ്പെടുന്നുണ്ട് ഇല്ലേ? കൃത്രിമമായ ഭാവപ്രകടനങ്ങൾ എന്താണ്? ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ സി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി. അതിഭാവുകത്വം അർത്ഥഗൗരവം ഇല്ലാത്തിടത്ത് പ്രയോഗിക്കുന്ന ശബ്ദ പ്രൗഢിയും ഇവിടെ വരുന്നുണ്ട്. അതിഭാവുകത്വം വരുന്നുണ്ട്. ഉചിത വചോ വിന്യാസം അതൊന്നും വരുന്നില്ല. അപ്പൊ ലോങ്കിനസിന്റെ വീക്ഷണത്തിൽ ഉദാത്തതയ്ക്ക് വരാവുന്ന 3 വിഘ്നങ്ങള് ACD എന്നിവയാണ്. വ്യഥാസ്ഥൂലത, കൃത്രിമമായ വികാരനാട്യം, അതിഭാവുകത്വം. ഇനി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പൊ ലോങ്കിനസിന്റെ പ്രധാനപ്പെട്ട കൃതി ഓൺ ദി സബ്ലൈം ആണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ഓക്കെ, ഉദാത്തതാവാദം അവതരിപ്പിച്ചത് ലോങ്കിനസ് ആണ്. ഉദാത്ത ഭാവത്തെ ഹനിക്കുന്ന 3 ഘടകങ്ങൾ, അർത്ഥഗൗരവം ഇല്ലാത്തിടത്ത് ഉപയോഗിക്കുന്ന ശബ്ദപ്രൗഢി, ഉദാത്ത ഭാവത്തെ ഹനിക്കുന്ന ഭാഷാ പ്രയോഗങ്ങള്, കൃത്രിമമായ ഭാവപ്രകടനങ്ങൾ, ഇതിവയെല്ലാം തന്നെ എന്തിനെയാണ്? ഉദാത്ത ഭാവത്തെ ഹനിക്കുന്ന 3 ഭാവങ്ങളാണ്. ഇനി ഉദാത്തതയുടെ ഉറവിടമാകുന്ന കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഉത്കൃഷ്ടമായ കവിഹൃദയം, ഉജ്ജ്വലമായ വികാരം, ഉയർന്ന ചിന്ത, ഉന്നതമായ ഭാഷ, രചനയുടെ സമഗ്രമായ മഹനീയത എന്നിവ ഉദാത്തതയുടെ ഉറവിട സ്ഥാനങ്ങളാണ്. അപ്പൊ പ്രധാനപ്പെട്ട ചിന്തകരെ കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ പുസ്തകത്തിനെ കുറിച്ചും മറ്റുള്ള കാര്യവും നമ്മൾ നോക്കണം. ഓക്കെ, അടുത്തത് 12ാമത്തെ ചോദ്യം.
നിയോ ക്ലാസിസത്തിന്റെ ജീർണതയ്ക്കെതിരെ ആഞ്ഞടിച്ച പ്രസ്ഥാനം. അപ്പൊ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങള് നോക്കി വെക്കണം. റൊമാൻറ്റിസിസം, കാൽപ്പനികത, ക്ലാസിസിസം, ഇമേജിസം, ദാദായിസം. നിയോ ക്ലാസിസം കഴിഞ്ഞു, നിയോ ക്ലാസിസം കഴിഞ്ഞു. അടുത്ത് വന്നത് ഏതാ മക്കളെ? അത് കാൽപ്പനികതയാണ്. യെസ്, കാൽപ്പനികതയാണ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് എല്ലാത്തിനെ കുറിച്ചിട്ട് ഞാനിപ്പോ ഡീറ്റെയിൽ ചെയ്യാൻ നിൽക്കുന്നില്ല, ഇന്നത്തെ ക്ലാസ് തീരില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ലിറിക്കൽ ബാലൻസ് ആരുടെ കൃതിയാണ്? ലിറിക്കൽ ബാലൻസ് 13ാമത്തെ ചോദ്യമാണ്. ലിറിക്കൽ ബാലൻസ് ആരുടെ കൃതിയാണ്? ആരുടെ കൃതിയാണ്? യെസ്, നമുക്കറിയാം, വേർഡ്സ്വർത്തിന്റെ കൃതിയാണ് ലിറിക്കൽ ബാലൻസ്. ലിറിക്കൽ ബാലൻസ് ആരുടെ കൃതിയാണ്? ലോങ്കിനസിന്റെ കൃതിയാണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ലോങ്കിനസിന്റെ കൃതി. അടുത്ത ചോദ്യം, ദി പ്രിഫേസ് ടു ദി പോയംസ്. ദി പ്രിഫേസ് ടു ദി പോയംസ് ആരുടേതാണ്? ദി പ്രിഫേസ് ടു ദി പോയംസ് എന്നുള്ളത് യെസ്, അത് മാത്യു അർണോൾഡിന്റേതാണ്. മാത്യു അർണോൾഡുമായി ബന്ധപ്പെടുന്ന മറ്റൊരു കാര്യം പരീക്ഷയ്ക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനുണ്ടല്ലോ. മാത്യു അർണോൾഡുമായി ബന്ധപ്പെടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തം, നിക്ഷോഭല സിദ്ധാന്തം, ടച്ച് സോൺ മെത്തേഡ്, ചണകൽ സിദ്ധാന്തം. യെസ്, ഷേക്സ്പിയർ, ഡാന്റെ, മിൽട്ടൺ, ഹോമർ തുടങ്ങിയ മഹാകവികളുടെ രചനകളിലെ മഹത്തായ വരികൾ, പ്രയോഗങ്ങൾ എന്നിവ പിൽക്കാല രചനകളുടെ മൂല്യനിർണയത്തിന് കാരണമായി തീരുന്നു. അത്തരത്തില് പഴയ കാവ്യങ്ങളെയും പുതിയ കാവ്യങ്ങളെയും ഉരച്ചു നോക്കുന്ന ഒരു ടച്ച് സ്റ്റോൺ മെത്തേഡിന്റെ വക്താവാണ് ആരെ? മാത്യു അർണോൾഡ്. അപ്പൊ ഇതിലുള്ള ഓരോ വ്യക്തികളെ കുറിച്ച് നമുക്ക് പറയണം. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രധാനപ്പെട്ട കൃതികളിലൂടെ ഞാനൊന്ന് കടന്നു പോവാണ്. പ്ലേറ്റോ, റിപ്പബ്ലിക്, സിംബോസിയം, ഇയോൺ നിയമങ്ങൾ, അപ്പോളജി എന്നിവ പ്ലാറ്റോയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആശയവാദം, വിശേഷ്യങ്ങളുടെ ആവശ്യവും സാമാന്യവുമായിട്ടുള്ള ഗുണത്തെയാണ് അദ്ദേഹം വിളിച്ചത്. പിന്നെ അനുകരണവാദം, കാവ്യനിരാസത്തിന്റെ കാരണങ്ങളുണ്ട്, സദാചാരപരം, വൈകാരികം, അസത്യാത്മകം, പ്രയോജനപരം എന്നിവ. അത് നോട്ട് ചെയ്ത് വെക്കണം. അരിസ്റ്റോട്ടിലിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? അനുകരണം, വിമലീകരണം എന്നീ കലാദർശനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇദ്ദേഹമാണ്. കഥാർസിസ്, വികാര വിരേചന സിദ്ധാന്തം. ഹിപ്പോക്രാറ്റസിന്റെ വൈദ്യശാസ്ത്രത്തിൽ നിന്നാണ് കഥാർസിസ് എന്നുള്ള പദം അദ്ദേഹം കൊണ്ടുവരുന്നത്. യെസ്, പോയറ്റിക്സ് എന്നുള്ള കൃതി, ദുരന്ത നാടക ചർച്ച, ട്രാജഡിയിൽ 6 ഘടകങ്ങളുണ്ട്: ഇതിവൃത്തം, കഥാപാത്രങ്ങള്, ചിന്ത, പദവിന്യാസം, ഗാനമാധുരി, ദൃശ്യ സംവിധാനം എന്നിവ പറയുന്നുണ്ട്. പിന്നെ ലോങ്കിനസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വേർഡ്സ്വർത്തിലേക്ക് എത്തുമ്പോഴാണ് ലിറിക്കൽ ബാലൻസ് എന്നുള്ള കൃതിയെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത്. ദി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് ഫ്രം ദി ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാൻക്വിറ്റി. അതെന്തുവാണ് അദ്ദേഹം പറയുന്നത്? എനിക്ക് കൃത്യമായിട്ട് ആ വേർഡ് ഓർമ്മ വരുന്നില്ല. കവിതയ്ക്ക് നല്ലത് ഗ്രാമീണമായ ഭാഷയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ യുക്തിയുടെ ഉദാത്തമായ അവസ്ഥയെയാണ് ഇദ്ദേഹം ഭാവന എന്ന് നിർവചിക്കുന്നത്. പിന്നെ കോളറിഡ്ജിലേക്ക് വരുന്ന സമയത്ത് ബയോഗ്രഫിയ ലിറ്റററിയ എന്നുള്ള കൃതിയെ കുറിച്ചിട്ടും കവി പ്രതിഭയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് നോക്കണം. വാട്ട് ഈസ് ആർട്ട് എന്നുള്ളതാണ് ലിയോ ടോൾസ്റ്റോയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥം. വാട്ട് ഈസ് ആർട്ട്. ക്രോച്ചയിലേക്ക് വരുന്ന സമയത്ത് എസ്തെറ്റിക്സ് എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രധാന കൃതി. അന്തർജ്ഞാനം എന്നുള്ള സിദ്ധാന്തം നമ്മൾ നോക്കണം. മാത്യു അർണോൾഡ്, ദി പ്രിഫേസ് ടു ദി പോയംസ്, അതുപോലെ തന്നെ എന്താണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് നമ്മൾ നോക്കണം. ടി.എസ്. എലിയറ്റിലേക്ക് വരുന്ന സമയത്തോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതാണ്? ടു ക്രിട്ടിസൈസ് ദി ക്രിട്ടിക്, ഓൺ ദി പോയട്രി ആൻഡ് ദി പോയറ്റ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ടി.എസ്. എലിയറ്റ്. ഓക്കെ, പ്ലാറ്റോയുടെ കലാചിന്ത പാഠശാലയുടെ പേരെന്താണ്? അക്കാദമി എന്നാണ് അല്ലെ? അക്കാദമി. പ്ലാറ്റോയുടെ തന്നെ മറ്റൊരു കൃതിയാണ് റിപ്പബ്ലിക്. ഓക്കെ, അടുത്ത ചോദ്യം മാത്യു അർണോൾഡിനെ കുറിച്ച് നമ്മൾ നോക്കാണ്. പ്രിഫേസ് ടു ദി പോയംസ്, ഓൺ ട്രാൻസിക്കേറ്റിംഗ് ഹോമർ, ദി സ്റ്റഡി ഓഫ് കെൽറ്റിക് ലിറ്ററേച്ചർ, എസ്സേസ് ഇൻ ക്രിറ്റിസിസം എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി. ധർമ്മബോധനം സാഹിത്യത്തിന്റെ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് മാത്യു അർണോൾഡ്. 15ാമത്തെ ചോദ്യം, കുറ്റം കണ്ടെത്തലല്ല നിരൂപകന്റെ ധർമ്മം എന്ന് പറഞ്ഞ പാശ്ചാത്യ പണ്ഡിതൻ ആരാണ്? കുറ്റം കണ്ടെത്തലല്ല നിരൂപകന്റെ ധർമ്മം എന്ന് പറഞ്ഞ പാശ്ചാത്യ പണ്ഡിതൻ ആരാണ്? കുറ്റം കണ്ടെത്തലല്ല നിരൂപക ധർമ്മം. അത് ജോൺ ഡ്രൈഡൻ ആണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ ഒന്ന് പറയാ, ഒന്ന് വിട്ടുപോവാ. നോക്കൂ, കോളറിഡ്ജ്
നിരൂപകന്റെ ധർമ്മത്തെ കുറിച്ചിട്ടൊന്നും പറയില്ല. അദ്ദേഹം കവിതയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ലോങ്കിനസും പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ഡൗട്ട് വരെ സ്കോട്ട് ജെയിംസ് ആണ്. ഇത്തരത്തിൽ നമ്മൾ ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയും നമുക്ക് പഠിക്കാം. ഐ.എ. റിച്ചാർഡ്സിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഇല്ലേ? ഐ.എ. റിച്ചാർഡ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ഐ.എ. റിച്ചാർഡ്സിന്റെ കൃതിയാണ്. പിന്നെ മനഃശാസ്ത്ര നിരൂപണത്തിലെ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് നമ്മൾ നോക്കണം. ബോധം, പ്രാഗ്ബോധം, ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ സ്റ്റഡീസ് ഇൻ ഹിസ്റ്റീരിയ, പിന്നെ ഏതാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, സൈക്കോ അനാലിസിസിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പഠനങ്ങള്, യുങ്ങിന്റെ അനലിറ്റിക്കൽ സൈക്കോളജി, അതായത് വിശകലന മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന യുങ്, അഹം, വൈയക്തികാബോധം, സഞ്ചിതാബോധം എന്നിവയെ കുറിച്ചിട്ട്, ആദി പ്രരൂപങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ആളാണ് ആര്? യുങ്. പിന്നെ ലക്കാന്റെ പ്രധാനപ്പെട്ട കണ്ണാടി ഘട്ടം, സിംബോളിക് ഘട്ടം, അബോധ മനസ്സിന്റെ ഘടന ഭാഷയുടെ ഘടനയാണ്, മെറ്റഫർ, മെറ്റോണമി. പിന്നെ അബോധ മനസ്സിൽ ചോദനകളല്ല സൂചകങ്ങളാണ് ഉള്ളത് എന്ന ഈ നിരീക്ഷണം. ഇതൊക്കെയാണ് ലക്കാനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പാശ്ചാത്യ ചിന്തകന്മാരെ അവരുടെ കോൺട്രിബ്യൂഷൻസ് ആയിട്ടുള്ള കൃതി, അവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങള്, പ്രധാനപ്പെട്ട ഇസങ്ങള്, അതിന്റെ വക്താക്കൾ കൂടി പഠിച്ചാൽ എന്ത് കഴിയും? പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം കഴിയും. അപ്പൊ ഇന്ന് ടഫ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ നോക്കിയത്. പരമാവധി ഞാൻ പറഞ്ഞു പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ വ്യാകരണം, പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തം, പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം എന്നിവ നോക്കി. ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 15 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.